ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദി വിക്കറ്റ് ഗെയിമിൻ്റെ 9ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ ഇപ്പോൾ കാണിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ കണ്ട അതേ സീൻ തന്നെയാണ്. അതായത് ഇവർ രണ്ടിനും, അതായത് ജെറ്റും പിന്നെ ഭീമും തമ്മിൽ ആ ഒരു ഫൈറ്റ് ഉണ്ടാകുന്ന ടൈമിൽ അറിയാണ്ട് അച്ഛനെ ഷൂട്ട് ചെയ്ത് പോവാണ്. അങ്ങനെ ഇപ്പോൾ അച്ഛനാണെങ്കിൽ താഴേക്ക് നിന്ന് വീഴുന്നുണ്ട്. ടെൻഷനായിട്ട് ഇവരുടെ അച്ഛനെ വിളിച്ചുകൊണ്ട് ഓടിപ്പോയി നോക്കുന്നുണ്ട്. ജിൻ്റെ കയ്യിലായിരുന്നു ആ ഒരു തോക്കിരുന്നതും അവനാണ് അറിയാതെ അച്ഛനെ ഷൂട്ട് ചെയ്തതും. എന്നാൽ ഇപ്പോൾ അവൻ്റെ അസിസ്റ്റൻറ്റ് പാർക്ക് വരുമ്പോഴത്തേക്കും ജെറ്റാണ് ഷൂട്ട് ചെയ്തതെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ പാർക്കാണെങ്കിൽ ഭീമാണ് ഷൂട്ട് ചെയ്തത്, ഭീമാണ് അയാളെ കൊന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫേക്കായിട്ട് പറയാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഭീമിന് പണി വരുമെന്ന് മനസ്സിലാവുന്നുണ്ട്. ഭീമാണെങ്കിൽ താനല്ല ചെയ്തതെന്നും പറയുന്നുണ്ട്. ആ സമയം തന്നെ അങ്ങോട്ടേക്ക് അച്ഛൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള പയ്യൻ വന്നിട്ട് ഭീമിനെ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം പാർക്കെല്ലാം തന്നെ ഭീമിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു പയ്യനാണെങ്കിൽ ഭീമിൻ്റെ അടുത്ത് ഓടി രക്ഷപ്പെടാനായിട്ട് പറയുന്നുണ്ട്. ഭീം അങ്ങനെ അവിടെ നിന്ന് ഓടിപ്പോവാണ്. ആ ഒരു പയ്യനും ഭീമിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നാൽ ആ ടൈമിന് അങ്ങോട്ടേക്ക് റിസൈഡ് അസിസ്റ്റൻ്റായ പാൻ വന്നിട്ട് ഈ ഒരു പയ്യനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട്. ഇതൊന്നും അറിയാതെ ഭീമാണെങ്കിൽ ആ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് റിസ വരുന്നുണ്ട്. റിസ വന്നിട്ട് ഒരു തോക്കെടുത്ത് ഇവനെയും ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ആ ടൈമിന് ഭീമിന് ഓടാനായിട്ട് പറ്റുന്നില്ല. അതിന് മുന്നേ തന്നെ റിസ അവൻ്റെ കയ്യിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. നീ ഓടിയിട്ടും കാര്യമില്ല, നിന്നെ ഞാൻ ഇപ്പം തന്നെ കൊല്ലുമെന്നും പറയുന്നുണ്ട്. ആ സമയം ഭീമാണെങ്കിൽ അച്ഛനിപ്പോൾ മരിക്കുമെന്ന് പറയുമ്പോൾ അച്ഛൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, ഇപ്പം എന്തായാലും നീ മരിക്കേണ്ട സമയമായി എന്ന് പറഞ്ഞിട്ട് അവൾ അവനെ ഷൂട്ട് ചെയ്യാനായിട്ട് പോകുമ്പോഴാണ് അവനെ രക്ഷിക്കാനായിട്ട് കറക്റ്റ് ടൈമിൽ അങ്ങോട്ടേക്ക് തണ്ണ് വരുന്നത്. റിസേനെയൊക്കെ അവിടെ നിന്ന് മാറ്റാനായിട്ട് തണ്ണ് അവർക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ റിസയും പാനും അങ്ങോട്ടേക്ക് ഹൈഡ് ചെയ്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഭീമിനെയും കൊണ്ട് തണ്ണ് അവിടെ നിന്ന് പോവാണ്. തണ്ണ് നേരെ ഭീമിനെ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പം തണ്ണും നിതായൊക്കെ നിൽക്കുന്ന ആ ഒരു വീട്ടിലോട്ടാണ്. അവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ ഭീമിൻ്റെ കയ്യിൽ കൊണ്ടൊരു ബുള്ളറ്റൊക്കെ മാറ്റിയിട്ട് നിതായാണെങ്കിൽ അവൻ്റെ ഒരു മുറിവിലെല്ലാം മരുന്നൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട്. തണ്ണിനോട് ഭീമാണെങ്കിൽ ഹെൽപ്പ് ചെയ്തതിന് താങ്ക്സ് പറയുന്നുണ്ട്. എന്നാൽ തണ്ണ് അവനെ മൈൻഡ് പോലും ചെയ്യാതെയാണ് നിൽക്കുന്നത്. ആ സമയം തന്നെ അവിടെ ഇപ്പോൾ ജെറ്റിനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്കും അച്ഛനെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ഒരു ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ജെറ്റും റിസയെല്ലാം പുറത്ത് തന്നെ ഇരിക്കുകയാണ്. ജെറ്റിന് ഭയങ്കരമായിട്ട് ടെൻഷനുണ്ട്. എന്നാൽ റിസയുടെ മുഖത്ത് ആ ഒരു ടെൻഷനൊന്നും കാണുന്നില്ല. എന്നാൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും അച്ഛൻ മരിച്ചു പോവാണ്. അങ്ങനെ ആ ഒരു കാര്യം ഡോക്ടർ പുറത്തു വന്ന് പറയുമ്പോഴത്തേക്ക് ജെറ്റ് കരയാനായി തുടങ്ങുന്നുണ്ട്. റിസയാണെങ്കിൽ ടെൻഷൻ ആവാതെയാണ് ഇരുന്നെങ്കിലും ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ അവൾ വല്ലാണ്ടങ്ങ് ആയി പോകുന്നുണ്ട്. വീണ്ടും ഭീമിനെയൊക്കെ കാണിക്കുമ്പോൾ ഇപ്പോൾ ഒരു വീട്ടിൽ ന്യൂസ് വയ്ക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഭീമിൻ്റെ അച്ഛൻ മരിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വരുന്നുണ്ട്. അത് കാണുമ്പോഴത്തേക്കും ഭീമും കരയാനായിട്ട് തുടങ്ങാണ്. നിതായ ഭീമിനെ അങ്ങ് സമാധാനിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ഭീമിനെ സേഫാക്കി വെക്കാനായിട്ട് തണ്ണ് അവൻ്റെ പാരൻസുള്ള സ്ഥലത്തേക്ക് ഭീമിനെയും കൊണ്ട് പോകുന്നതാണ്. തണ്ണ് അവൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഒത്തിരി കാലമായി. അതുകൊണ്ട് തന്നെ അവൻ്റെ പാരൻസ് അവനെ കാണുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. ഭീമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. അവനിപ്പോൾ നമ്മളോട് സ്റ്റേ ചെയ്യാനായിട്ട് വന്നതാണെന്നും പറയുന്നുണ്ട്. ഇത് ജെറ്റിനെ കാണിക്കുമ്പോൾ ജെറ്റ് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഭയങ്കര കരച്ചിലാണ്. കാരണം അവനറിയാം അവൻ ഷൂട്ട് ചെയ്തിട്ടാണ് അച്ഛൻ മരിച്ചതെന്ന്. അപ്പോൾ അവനിങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട്, ഞാൻ ഒരാൾ കാരണമാണ് അച്ഛൻ മരിച്ചത്, ഞാനാണ് ഷൂട്ട് ചെയ്തതെന്നും എനിക്ക് നന്നായിട്ട് അറിയാമെന്ന്. എന്നാൽ പാർക്ക് അവനെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ വിഷമിക്കരുതെന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ആ സമയം റിസ അങ്ങോട്ട് കയറി നിന്നിട്ട് അച്ഛൻ്റെ മരണത്തിന് കാരണം ഭീമാണ്. അച്ഛനാണെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിൽ നിനക്ക് തരാമെന്ന് തീരുമാനിച്ചു. അത് ഭീമിന് ഇഷ്ടപ്പെട്ടില്ല. അതോടെ ഭീമും നീയും തമ്മിൽ തർക്കം ഉണ്ടായി. അതിൻ്റെ പേരിൽ ഭീം അച്ഛനെ ഷൂട്ട് ചെയ്തു. നമുക്ക് അങ്ങനെ കേസ് പറയാം, ഞാൻ നിനക്ക് സാക്ഷി നിൽക്കാമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം റിസേനെ കാണിക്കുകയാണെങ്കിൽ അവൾ റൂമിൽ ഇരുന്നിട്ട് അച്ഛൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ മരിച്ചപ്പോൾ എനിക്കാണെങ്കിൽ വലിയ സങ്കടമൊന്നും വന്നില്ല, എന്നാൽ എനിക്കിപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ജീവനോടെ വേണമായിരുന്നു. നിങ്ങൾ ഒരിക്കൽ പോലും വില വരാതിരുന്നത് ഞാനാണ് ഇനി നിങ്ങളുടെ ഹോസ്പിറ്റലിൽ നോക്കാൻ പോകുന്നത്. അത് നിങ്ങൾ കാണണമായിരുന്നു എന്ന് അവൾ പറയുന്നുണ്ട്. അടുത്ത് ഭീമിനെയും തണ്ണിനെയും കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ ആ ഭീമിന് വേണ്ടിയിട്ട് തണ്ണാണെങ്കിൽ ഒരു റൂമൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഭീമിനോട് നിനക്ക് ഇവിടെ ഓക്കെ അല്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ ഭീം താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. എന്നാൽ തണ്ണ് മൈൻഡ് ചെയ്യാതെ നമ്മുടെ ഇടയിൽ താങ്ക്സിൻ്റെ ആവശ്യമൊന്നുമില്ല, നിൻ്റെ അച്ഛനെ ജെറ്റ് ഷൂട്ട് ചെയ്തത് നീ കണ്ട കാര്യമാണ്, നീ ആ ഒരു കേസിലെ വിറ്റ്നസ് ആണ്. അപ്പം നിനക്ക് ഒന്ന് സംഭവിക്കാൻ നോക്കിയത് എൻ്റെ ഉത്തരവാദിത്തമാണ് കേസ് തെളിയുന്നത് വരെ. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര സ്നേഹത്തിൽ താങ്ക്സ് പറയേണ്ട ആവശ്യമില്ല, നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു കണക്ഷൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് തണ്ണ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം തണ്ണും ഭീമും അവൻ്റെ പാരൻസിനോട് ഫുഡ് കഴിക്കുന്നുണ്ട്. പാരൻസ് തണ്ണും ഭീമും തമ്മിൽ എപ്പോഴാണ് ഫ്രണ്ട്ഷിപ്പ് ആയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഭീമിനെ തീരെ പരിചയമില്ലാത്ത പോലെയാണ് തണ്ണ് പെരുമാറുന്നത്. അപ്പോൾ പാരൻസിന് സംശയം വരാതിരിക്കാനായിട്ട് ഭീമാണെങ്കിൽ നമ്മൾ അത്ര ക്ലോസ് അല്ല, പക്ഷേ കുറച്ച് നന്നായിട്ട് പരിചയമുണ്ട്, എനിക്കിപ്പോൾ ഒരു ആവശ്യം വന്നുകൊണ്ടാണ് അവനാണെങ്കിൽ എന്നെ ഇപ്പോൾ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ഫുഡ് കഴിച്ചിട്ട് ഭീമിൻ്റെ അമ്മയാണെങ്കിൽ അവരുടെ പാത്രങ്ങളെല്ലാം കഴിയുന്ന ടൈമിൽ ഭീമ ചെന്നിട്ട് താനും ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. ഫസ്റ്റ് അമ്മയാണെങ്കിൽ അയ്യോ ഒന്നും വേണ്ട, നീ ഇപ്പോൾ റെസ്റ്റ് എടുക്കാനായിട്ട് പറയുമ്പോൾ ഇല്ലല്ല, നിങ്ങൾ എനിക്ക് താമസിക്കാൻ സ്ഥലമൊക്കെ തന്നതല്ല, അപ്പോൾ ഞാൻ നിങ്ങൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് അവരാണെങ്കിൽ ആ പാത്രങ്ങളെല്ലാം എടുത്ത് വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ സമയം അവരുടെ സംസാരിക്കുന്നുണ്ട്. ഇവരുടെ ഫാമിലിനെ പറ്റിയിട്ടൊക്കെ തണ്ണിൻ്റെ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനോട് തന്നെ തണ്ണിൻ്റെ ജോലി പോയതും ഇങ്ങനെ അവനാണെങ്കിൽ പൈസ എടുത്തെന്ന് പറഞ്ഞ് അവനെ ഫ്രെയിം ചെയ്തതും അങ്ങനെയാണെങ്കിൽ ജോലി പോയെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനോട് തന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. ഈ ഇടയ്ക്ക് അവൻ എൻ്റെ അടുത്ത് കോൾ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരാൾ അവൻ്റെ ഇന്നസെൻസ് പ്രൂവ് ചെയ്തിട്ട് അവൻ്റെ പോലീസ് ജോലി തിരിച്ച് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് അവൻ്റെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടെന്ന്. ആക്ച്വലി ഭീമായിരുന്നു, പക്ഷേ ഭീമാണെങ്കിൽ അവനെ യൂസ് ചെയ്യുകയാണല്ലോ ചെയ്തത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭീമിന് സങ്കടമാവുന്നുണ്ട്. തണ്ണാണെങ്കിൽ എന്ന് മാത്രം ആഗ്രഹിച്ചിരുന്നതാണെന്നുള്ള കാര്യം ഭീമിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നൈറ്റ് തണ്ണ റൂമിൽ ഇരിക്കുമ്പോൾ ഭീം സംസാരിക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. അവൻ ഡോറിൽ
വാതിൽ തട്ടിയിട്ട് തന്നെ ഡോർ ഓപ്പൺ ആക്കുന്ന ടൈമിൽ തന്നെ ഐ എം സോറി താൻ, നിനക്ക് പോലീസ് ജോലി ഇത്ര ആഗ്രഹമുള്ള കാര്യമൊന്നും ഞാൻ മനസ്സിലാക്കിയില്ല, ഞാൻ നിന്നെ ആ ഒരു ടൈമിന് യൂസ് ചെയ്തു, പക്ഷേ ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം നീ അതൊക്കെ അങ്ങ് വിട്ട് കളഞ്ഞേക്കാൻ പറഞ്ഞിട്ട് ഡോറ് ക്ലോസ് ചെയ്യാൻ പോകുമ്പോൾ ഭീമാണെങ്കിൽ തന്നെ ഇങ്ങനെ കാണിക്കരുത്, ഞാൻ കാരണം നീ നിൻ്റെ ക്യാരക്ടർ ഒരിക്കലും ചേഞ്ച് ചെയ്യരുത്, ഞാനാണ് ചേഞ്ച് ചെയ്ത് നന്നാവാനുള്ളത്, നീ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുതെന്ന് പറയുമ്പോൾ തന്നാണെങ്കിൽ അതൊക്കെ ഒത്തിരി വൈകി പോയി എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ പിന്നെ ഡോറ് ക്ലോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭീമാണെങ്കിൽ വിഷമിച്ച് തന്നെ അങ്ങ് ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് തന്നോ അവൻ്റെ ഫാമിലിയും കൂടെ ആയിട്ട് അടുത്ത ദിവസം ഇങ്ങനെ നൈറ്റ് ആകുമ്പോഴത്തേക്കും ഇങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് വീട്ടിലിങ്ങനെ അടിച്ചു പൊളിക്കുന്നതാണ്. അപ്പോൾ പാട്ടിൻ്റെ സൗണ്ടൊക്കെ ഇട്ടിട്ട് ഭീം വന്ന് നോക്കുന്നുണ്ട്. അവനും അവൻ്റെ ഫാമിലി ഇങ്ങനെ എൻജോയ് ചെയ്ത് കാണുമ്പോഴത്തേക്ക് ഭീമിനാണെങ്കിൽ സങ്കടമൊക്കെ വരുന്നുണ്ട്. തന്നെ വെറുത്തിട്ടും തനിക്കൊരു അപകടം വന്നപ്പോൾ തന്നെ ഹെൽപ്പ് ചെയ്തതും തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നൊക്കെ ഇവനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഭീമി ഇങ്ങനെ വന്നിരിക്കുന്ന കാണുമ്പോഴത്തേക്കും തന്നിൻ്റെ അച്ഛനാണെങ്കിൽ ആ നീയും വാന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഒരു പക്ഷേ ഭീം വിചാരിച്ചിട്ടുണ്ടായിരിക്കും തന്നിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ തന്നിൻ്റെ ഉള്ള മൂഡ് പോകുന്നു. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ അല്ല എനിക്ക് വയ്യ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോന്ന് പറഞ്ഞിട്ട് ആ റൂമിലേക്ക് പോകുന്നുണ്ട്. ഭീമിനെ കണ്ട ആ ഒരു രീതിയിൽ തന്നെ തന്നിൻ്റെ മൂടും പോയിട്ട് അവനും പുറത്തേക്ക് പോയിരിക്കുകയാണ്. ആ സമയം തന്നിൻ്റെ അച്ഛൻ അവൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് പോയിരിക്കുന്നുണ്ട്. തന്നപ്പോൾ അച്ഛൻ്റെ അടുത്ത് അങ്ങോട്ടേക്ക് ചോദിക്കുന്നുണ്ട്. അച്ഛനിപ്പോൾ ഒരാളെ സ്നേഹിച്ചിട്ട് അയാൾ അച്ഛനെ പറ്റിച്ചു, അയാൾ അച്ഛനെ യൂസ് ചെയ്തു, അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അച്ഛൻ അയാളുടെ കൂടെ നിൽക്കുമോ അതോ അയാളെ വിട്ടിട്ട് പോകുമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അച്ഛനാണെങ്കിൽ അപ്പം തന്നെ അയാളെ വിട്ടിട്ട് പോകുമെന്ന് പറയാണ്. തന്നാ സമയം പക്ഷേ അയാൾ ചെയ്ത് തെറ്റാണെന്ന് അയാൾ മനസ്സിലാക്കുന്നുണ്ട്. അയാളതിന് സോറി ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അച്ഛൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത് സ്വയം ചോദിക്കും, ഞാൻ അയാളെ ഇനി വിശ്വസിക്കോ അതോ ഞാൻ അയാളോട് ക്ഷമിച്ചോ, അങ്ങനെയൊക്കെ എൻ്റെ മനസ്സ് എന്താണോ പറയുന്നത്, എൻ്റെ ഫീലിങ്സ് എന്താണോ പറയുന്നത് അതനുസരിച്ച് ഞാൻ തീരുമാനം എടുക്കും. അയാളുടെ ഞാൻ മൊത്തത്തിൽ ക്ഷമിച്ചോ എനിക്ക് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അയാളെ ഞാൻ വീണ്ടും സ്നേഹിക്കും, കൂടെ നിൽക്കുമെന്ന് പറയുന്നുണ്ട്. തന്നപ്പോൾ ഓക്കെ അച്ഛാ താങ്ക്സ് എന്ന് പറയുന്നുണ്ട്. ആ സമയം അച്ഛനാണെങ്കിൽ നീ ഇപ്പോൾ ചോദിച്ച ആ ഒരാൾ അത് ഭീമല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ തന്നാണെങ്കിൽ ഭീമോ അല്ല അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് ആ വിഷയം മാറ്റി വിട്ടിട്ട് ശരി അച്ഛാ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ആ റൂമിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം തണ്ണിൻ്റെ അമ്മ ജോലി ചെയ്യുന്ന ടൈമിൽ ഫോണിലൊരു ന്യൂസ് വന്നായിരുന്നു. അതായത് ഇതുപോലെ ഭീമിൻ്റെ അച്ഛൻ മരിച്ചു പോയതും അതുപോലെ തന്നെ ഭീമിൻ്റെ ഫോട്ടോയും ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഭീമിൻ്റെ ഫാമിലിയിൽ എന്തോ പ്രശ്നമുണ്ട്, എന്തൊരു കൊലയൊക്കെ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. ഭീമാണെങ്കിൽ ഈ പ്രശ്നക്കാരനാണോ എന്ന് ഡൗട്ട് വന്നിട്ട് അമ്മയാണെങ്കിൽ അച്ഛനെയും തണ്ണിനെയും വെച്ച് സംസാരിക്കുന്നുണ്ട്. തണ്ണിനോട് ചോദിക്കുന്നുണ്ട് ശരിക്കും എന്താ സംഭവം എന്നൊക്കെ. തണ്ണപ്പോൾ ഭീമും പ്രശ്നക്കാരനൊന്നും അല്ല, ഭീമും ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്, അവനങ്ങനെ യാതൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല, നിങ്ങൾ പേടിക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇവർ ഈ ഒരു സംസാരം ഭീം കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ഈവനിങ് ആകുമ്പോഴത്തേക്കും ഭീമിനെ പുറത്തൊന്നും കാണാത്തതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞു വിട്ടതനുസരിച്ച് ഭീം നീ ഓക്കെ ആണെന്ന് ഇങ്ങനെ ചോദിക്കാനായിട്ട് തണ്ണ അവൻ്റെ റൂമിലേക്ക് വരുന്നുണ്ട്. എന്നാൽ ഒരു റെസ്പോൺസ് ഇല്ല. അങ്ങനെ ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ടേബിളിൽ ഒരു പേപ്പർ ഉണ്ടായിരുന്നു. എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഭീം അതിൽ എഴുതിയിട്ടുണ്ട്, എനിക്കാണെങ്കിൽ നിങ്ങൾക്കൊരു ബാധ്യതയാവാൻ താല്പര്യമില്ല, ഞാൻ കാരണം നിൻ്റെ ഫാമിലി തന്നെ ഇവിടെ ടെൻഷൻ ആവുന്നുണ്ട്, ഞാനാണ് ഇത്രയും പ്രശ്നത്തിൻ്റെ കാരണക്കാരൻ എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ഞാൻ തന്നെ സോൾവ് ചെയ്തോളാം, ഇനിയാണെങ്കിൽ നീ എന്നെ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നീ എന്നെ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നിട്ടും നീ എന്നെ ഹെൽപ്പ് ചെയ്തു, താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പേപ്പറിലെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് വായിച്ചു കഴിയുമ്പോഴത്തേക്കും ഭീമാണെങ്കിൽ തൻ്റെ വീട്ടിൽ നിന്ന് പോയി എന്ന് തണ്ണിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതേസമയം തന്നെ തണ്ണിൻ്റെ ഫ്രണ്ട് ബോസ് കോൾ ചെയ്തിട്ട് എടാ നീയും ഭീമൊന്ന് സൂക്ഷിക്കണം, റിസൈഡ് ആൾക്കാർ ഭീമിനെ കൊല്ലാനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ട്, നീയും അവന് നന്നായിട്ട് തന്നെ ഹൈഡ് ചെയ്തിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഇതും കൂടെ കേൾക്കുമ്പോൾ തണ്ണിന് കുറച്ചുകൂടെ ടെൻഷൻ ആവുന്നുണ്ട്. അങ്ങനെ തണ്ണുണ്ടെങ്കിൽ തന്നെ എൻ്റെ ബൈക്ക് എടുത്ത് ഭീമിനെ അന്വേഷിച്ച് ഇറങ്ങുന്നുണ്ട്. ഇതേസമയം ഭീമാണെങ്കിൽ മാർക്കറ്റ് ഏരിയയിൽ എത്തിയിട്ട് അവന് തിരിച്ചു പോകാനുള്ള ബസ്സിൻ്റെ റൂട്ട് എപ്പോഴാണ്, ടൈമിംഗ് എപ്പോഴാണെന്നൊക്കെ അവനിങ്ങനെ നോക്കുന്നുണ്ട്. അതിനുശേഷം തണ്ണിനെ കാണിക്കുകയാണെങ്കിൽ തണ്ണു ഇതേ മാർക്കറ്റിൽ എത്തുന്നുണ്ട്. ഭീമിൻ്റെ ഫോട്ടോസ് കാണിച്ചിട്ട് ആൾക്കാരെടുത്ത് നിങ്ങൾക്ക് ഇവൻ അറിയാമോ കണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അന്വേഷിച്ചതിന് ശേഷം ഒരു ഹോട്ടലിൽ എത്തുന്നുണ്ട്. അവിടെ നിൽക്കുന്ന ആ ഒരു സ്റ്റാഫിനോട് ചോദിക്കുന്ന സമയം ഭീം അതേ ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ഭീം താഴേക്ക് ഇറങ്ങി വരാണ്. അങ്ങനെ ഭീമിനെ കാണുന്നതും തണ്ണ് നേരെ ഭീമിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് അവനെയും കൊണ്ട് ഭീമിൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. പോയി കഴിഞ്ഞിട്ട് ഭീമിൻ്റെ അടുത്ത് നിന്ന് എന്താ പരിപാടിയെ കാണിച്ചതൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഭീമാണെങ്കിൽ ആ ഒരു പേപ്പറിൽ എന്താണ്ട് എഴുതിയിരുന്നത് അത് തന്നെ പറയുന്നുണ്ട്, ഞാൻ കാരണം ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവണമെന്ന് എനിക്ക് തീരെ താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ സോൾവ് ചെയ്തോളാം, ഇത് തുടങ്ങി വെച്ചാൽ ഞാനല്ലേ, അപ്പോൾ ഇത് എൻ്റെ തെറ്റാണ്, ഞാൻ തന്നെ സോൾവ് ചെയ്തോളാം, എന്താണെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ തന്നാണെങ്കിൽ നീ അവിടെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് പറയുമ്പോൾ ഭീം തനിക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകാൻ നിൽക്കുന്നുണ്ട്. എന്നാൽ തണ്ണ അവനെ തടങ്ങി വെച്ചിട്ട് കിസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട് നീ പോകണ്ട, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ആ ടൈമിന് രണ്ടുപേരും ഇമോഷണൽ ആവുന്നുണ്ട്. ഭീമും തിരിച്ച് കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും വീണ്ടും ഇഷ്ടത്തിലാണെന്നുള്ള ഇതിലാവുന്നുണ്ട്. രണ്ടുപേരും കിസ് ചെയ്യുന്നുണ്ട്, ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വീണ്ടും സംഭവിച്ച കാര്യങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഭീം അപ്പോൾ പറയുന്നുണ്ട് നിൻ്റെ അടുത്ത് അങ്ങനെ ഞാൻ ചെയ്തെങ്കിലും എനിക്കാണെങ്കിൽ ഭയങ്കര കുറ്റബോധം തോന്നുന്നുണ്ടായിരുന്നു, ഇതിൻ്റെ ഫാമിലിയിലൂടെ നീ എൻജോയ് ചെയ്യുന്ന കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പിന്നെയും തോന്നിപ്പോയി എനിക്ക് അങ്ങനെ ഒരു ഫാമിലി ഇല്ലല്ലോ എന്നൊക്കെ, ഞാൻ ഒത്തിരി ചിന്തകൾ എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം തന്നാണെങ്കിൽ എന്തൊക്കെ വന്നാലും ഇനി നിന്നോടെ ഞാനുണ്ടാകും, പക്ഷേ നീ എനിക്ക് പ്രോമിസ് ചെയ്യണം ഇനി നീ ഒരിക്കലും ഇതുപോലെ ഓടി പോകത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം ഭീമിനെ കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. പാരൻസിൻ്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന ടൈമിൽ തണ്ണ് പറയുന്നുണ്ട് ഇതുപോലെ ഭീം തൻ്റെ ബോയ് ഫ്രണ്ട് ആണെന്ന്. എന്നാൽ അവൻ്റെ അമ്മ അച്ഛനെ ചിരിച്ചിട്ട് അത് നിങ്ങളുടെ ഒരു ഫസ്റ്റ് ഇവിടെ വന്നപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയുന്നുണ്ട്.
നൈറ്റ് പീം ഒറ്റയ്ക്ക് പുറത്ത് വന്നിരിക്കുമ്പോഴത്തേക്കും തണ്ണും കൂടെ വന്നിരിക്കുന്നുണ്ട്. രണ്ടുപേരും ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുന്ന സമയത്ത് തണ്ണ് പറയുന്നുണ്ട്, നീ ഒത്തിരി ഒന്ന് ആലോചിച്ച് കൂട്ടല്ലേ, നിൻ്റെ കൂടെ ഞാനുണ്ട്, നീ വെറുതെ ഓരോ നാളിച്ച് സ്ട്രെസ് ആവണ്ടാന്ന്. ആ ടൈമിൽ തന്നെ അച്ഛനും അമ്മയും വീണ്ടും ബാൽക്കണിയിൽ നിന്ന് ഇവരിങ്ങനെ ഒരുമിച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്ന കണ്ടിട്ട് സന്തോഷിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം റിസയാണെങ്കിൽ ഓഫീസിൽ ഇരിക്കുന്ന ടൈമിന് അവളുടെ അസിസ്റ്റന്റ് പാൻ വന്നിട്ട് ഒരു പെൻ ഡ്രൈവ് ഇങ്ങനെ പ്ലേ ചെയ്ത് കൊടുക്കുന്നതാണ്. ഓൾറെഡി ഇങ്ങനെ ജെറ്റാണെങ്കിൽ അച്ഛനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നതെല്ലാം അവരുടെ വീട്ടിലെ ക്യാമറയിൽ റെക്കോർഡായിട്ടുണ്ടായിരുന്നു. എന്നാൽ ജെറ്റിനെ രക്ഷിക്കാനായിട്ട് അവൻ്റെ അസിസ്റ്റന്റ് പാർക്ക് അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഭീമിന് കൊടുക്കാനായിട്ട് അതേ വീണ്ടും ക്യാമറ ഫുട്ടേജസ് എല്ലാം പാനാണെങ്കിൽ വീണ്ടും എടുത്തുകൊണ്ട് വന്നേക്കാണ്. അതിൽ ഈ അടി ഉണ്ടാകുന്നതിന് മുന്നേ ഭീം വീട്ടിലോട്ട് കയറി പോകുന്ന ഒരു ഭാഗം അത് യൂസ് ചെയ്യാനാണ് ഇവർ വെച്ചേക്കുന്നത്. അതാകുമ്പോൾ അവർക്ക് തെളിവായിട്ട് എടുക്കാൻ പറ്റും ഭീം വീട്ടിലോട്ട് കയറി പോയിട്ടുണ്ടായിരുന്നു, ഭീം തന്നെയാണ് അച്ഛനെ കൊന്നതെന്നുള്ള ആ ഒരു ഇത്. അപ്പോൾ അതിങ്ങനെ റിസയാണെങ്കിൽ ഉപയോഗിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. റിസയാണെങ്കിൽ പ്രസ് കോൺഫറൻസ് വിളിച്ചു വെക്കുന്നുണ്ട്. അതിൽ വെച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ ആരാണ് അച്ഛനെ കൊന്നതെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭീമിനെ കാണാനില്ല, ഭീമാണോ ചെയ്തതെന്ന് അറിയത്തില്ല, ഭീം നീ എവിടെയാണെങ്കിലും തിരിച്ചു വരണം, നീയല്ല ഇത് ചെയ്തതെന്ന് പ്രൂവ് ചെയ്യിപ്പിക്കണം, നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുമെന്നൊക്കെ ഇവളിങ്ങനെ പറയുന്നുണ്ട്. ഇത് ആക്ച്വലി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ ഭീമിനെ കൈ കിട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ പരിപാടി ഒപ്പിക്കുന്നത്. ഈ ഒരു പ്രസ് കോൺഫറൻസ് എല്ലാം ഭീം കാണുന്നുണ്ടായിരുന്നു. ഭീം മാത്രമല്ല തണ്ണും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ തണ്ണിപ്പോൾ അവൻ്റെ ഫ്രണ്ട് പാനുമായിട്ട് സംസാരിക്കുകയാണ്. പാൻ പറയുന്നത്, നമുക്ക് ഇത്രയും വലിയ ആൾക്കാരായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല, അവരെങ്ങാനും നിന്നെ അന്വേഷിച്ച് ഇവിടെ വരെ എത്തിയ അതിൻ്റെ പാരൻസിന് അപകടമാണ്, അതുകൊണ്ട് തന്നെ നമുക്കിത് വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ തണ്ണാണെങ്കിൽ എൻ്റെ ചുറ്റുമുള്ളവർക്ക് അപകടം പറ്റാണ്ട് ഞാൻ സമ്മതിക്കത്തില്ല, എന്തായാലും ഭീമാണെങ്കിൽ അങ്ങ് തിരിച്ചു പോകാതിരുന്ന് കഴിഞ്ഞാൽ കുറ്റം മൊത്തം റിസയാണെങ്കിൽ ഉറപ്പായിട്ടും ഭീമിന് തലയിൽ വയ്ക്കും, നമുക്ക് എന്തെങ്കിലും ചെയ്യണം, നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും, എന്തെങ്കിലും എവിഡൻസ് കിട്ടുമെന്ന് അന്വേഷിക്കാനായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു സംസാരം എല്ലാം തന്നെ ഭീമാണ് കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഭീമിന് നിതായയിൽ നിന്നൊരു കോൾ വരുന്നുണ്ട്. നിതായാണെങ്കിൽ ഇനി ആ ഒരു പ്രസ് കോൺഫറൻസ് ഒക്കെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് കണ്ടായിരുന്നു, എനിക്ക് മനസ്സിലായി എന്നെ സഹായിക്കാൻ നോക്കുന്ന എല്ലാവരും റിസ കൊല്ലൂന്ന്, അതുകൊണ്ട് നിങ്ങൾ അതിന് അവസാനമായിട്ട് ഒരിക്കൽ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൻ എന്തോ ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ എന്താണെന്ന് കാണിക്കുന്നില്ല. പിന്നീട് കാണിക്കുന്നത് നൈറ്റ് തണ്ണാണെങ്കിൽ പുറത്തേക്ക് വന്നിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഭീം ബാക്കിൽ നിന്ന് പിന്നെ ഹഗ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവരിങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് നിൽക്കുന്ന സമയം ഭീമാണെങ്കിൽ തണ്ണിൻ്റെ അടുത്ത് തണ്ണ് മുമ്പ് അവന് കുഞ്ഞായിരുന്നപ്പോൾ കൊടുത്ത ആ ഒരു സൂപ്പർമാൻ്റെ ആ ഒരു മോതിരം കാണിച്ചു കൊടുത്തിട്ട് ഇതിനൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. തണ്ണപ്പോൾ ഇതിങ്ങനെ എങ്ങനെ മറക്കാനാ, ഇത് അടിപൊളി സംഭവമല്ലേ, അത് അത്രയും മെമ്മറീസ് ഉള്ളൊരു കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. ആ സമയം ഭീം നീ എന്നെ കല്യാണം കഴിക്കാമോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഭീം ഇങ്ങനെ പെട്ടെന്ന് ചോദിക്കുമ്പോൾ തണ്ണിനെ വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തണ്ണ് നീ സീരിയസ് ആയിട്ടാണോ പറയുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഭീം അതേന്നിങ്ങനെ പറയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും തണ്ണിന് ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട്. ഭീം പറയുന്നുണ്ട്, ഞാൻ തന്നെ പറ്റിച്ചു, ഞാൻ തന്നെ യൂസ് ചെയ്തു, ഞാൻ അങ്ങനെ നിൻ്റെ ലൈഫ് തന്നെ ഒരു കുളമായി, എന്നിട്ടും നീയാണെങ്കിൽ എനിക്ക് ഒരു സെക്കൻഡ് ചാൻസ് തന്നു, നീയാണെങ്കിൽ എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ ഒരു അവസരം തന്നു, എനിക്ക് അതിലുള്ള മറ്റൊന്നും വേണ്ട, എനിക്കാണെങ്കിൽ നിൻ്റെ ഒരു ഫാമിലി ആയിട്ട് ലൈഫ് ലോങ് മൊത്തം ജീവിക്കണമെന്ന് ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. തണ്ണു അപ്പോൾ നീ എന്നെ കല്യാണം കഴിക്കാമോ എന്നൊരു ചോദ്യം എനിക്ക് നിൻ്റെ അടുത്ത് അങ്ങോട്ട് ചോദിക്കാനുണ്ട്, കാരണം എനിക്കും ലൈഫ് ലോങ് നിൻ്റെ അടുത്ത് താമസിക്കാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ഭീമിനെ പ്രപ്പോസ് ചെയ്യുന്ന പോലെ അവരിങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഓക്കെ ആവുന്നുണ്ട്. ഉടനെ തന്നെ മാരേജ് രജിസ്ട്രേഷനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം സെറ്റ് ആവുന്നുണ്ട്. പ്രത്യേകിച്ച് സെയിം ജെൻഡർ മാരേജ് ലോ ആണെങ്കിൽ ഇപ്പോൾ തായ്ലാൻഡിൽ പാസ്സായതുകൊണ്ട് തന്നെ അവർക്കാണെങ്കിൽ ഈസി ആയിട്ട് അവരെ മാരേജ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫാമിലിയിൽ ഒരു ചടങ്ങൊക്കെ വെച്ചിട്ട് ഒരു കല്യാണം കഴിക്കുന്നുണ്ട്. ഇവരുടെ പാരൻസിനൊക്കെ നല്ല ഹാപ്പി ആവുന്നുണ്ട്. നിതായും ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന് ശേഷം എല്ലാവരും ഒരുമിച്ചിരുന്ന് ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. എന്നിട്ട് ഭീമും തണ്ണു റൂമിലേക്ക് പോകുന്നുണ്ട്. റൊമാൻറ്റിക് ആയിട്ടാണ് അവർ സംസാരിക്കുന്നത്. അതായത് നമ്മൾ കല്യാണം കഴിക്കുമെന്ന് ഞാനിവിടെ എക്സ്പെക്ട് ചെയ്തില്ല, ഞാനിപ്പോൾ എൻ്റെ ഫൈനൽ എൻ്റെ ഹീറോയിനെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടിനും കിസ് ചെയ്ത് ഇൻറ്റിമേറ്റ് ആവുകയാണ്. നൈറ്റ് ആകുമ്പോഴത്തേക്കും തണ്ണുറങ്ങുമ്പോൾ ഭീമ് തണ്ണിനെ തന്നെ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് ഐ ലവ് യു തണ്ണെന്ന് പറഞ്ഞ് അവൻ്റെ കൗളിലൊരു കിസ് കൊടുക്കുന്നുണ്ട്. കാരണം ഭീമാണെങ്കിൽ ഇവിടെ നിന്ന് തിരിച്ചു പോകാനായിട്ട് പോവാണ്, കാരണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്യാനായിട്ട്. നിതായ്ക്കും ഇതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ നിതായും ബാഗ് പാക്ക് ചെയ്ത് റെഡിയായി നിൽക്കുന്നുണ്ട്. അങ്ങനെ പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഭീം പറയുന്നുണ്ട്, ഞാൻ തുടങ്ങി വെച്ച പ്രശ്നം ഞാൻ തന്നെ സോൾവ് ചെയ്യുന്നൊക്കെ. ഇറങ്ങാൻ നേരത്ത് മറ്റാരും തന്നെ ഉണരാതിരിക്കാനും ഇതൊന്നും കാണാതിരിക്കാനുമായിട്ട് ഇവർ ഫുഡ് കഴിക്കുന്ന ടൈമിന് ഇവർക്ക് കുടിക്കാനുള്ള വെള്ളത്തിൽ നിതായ ഓൾറെഡി ഒരു മരുന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പെട്ടെന്നൊന്നും എണീക്കത്തില്ലല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കും. കുറച്ച് സമയത്തേക്ക് അവർ നല്ല ഉറക്കത്തിലായിരിക്കും നിതായ പറയുന്നുണ്ട്. അങ്ങനെ ഭീം പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. ഇറങ്ങുന്നതിന് മുന്നേ ജെറ്റിനെ ഒന്ന് കോൾ ചെയ്തിട്ട് ഇനി നിൻ്റെ അടുത്തൊന്ന് സംസാരിക്കാനുണ്ടെന്ന് അവൻ പറയാണ്. അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.